പ്രജാപതികളിൽ പ്രമുഖനായ ദക്ഷന്റെ ഇളയ പുത്രിയായിരുന്നു സതി. യൗവനമെത്തിയ സതി പരമേശ്വരനായ ശിവനെ തന്റെ പതിയായി മനസ്സിൽ വരിച്ച് രഹസ്യമായി പൂജിച്ചു പോന്നിരുന്നു. തന്റെ അധികാരത്തിൽ പ്രമത്തനായ ദക്ഷൻ മകളായ സതിയുടെ സ്വയംവരത്തിന് ശിവനെ ഒഴികെ മറ്റെല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു. എന്നാൽ സതി തന്റെ സ്വയംവരമാല്യം ശിവന്റെ നാമം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് വായുവിലേക്കെറിഞ്ഞു. സ്വയംവരത്തിലെ നിയമങ്ങളനുസരിച്ച് ദക്ഷന് മകളെ ശിവന് വിവാഹം ചെയ്തു നൽകുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇതുമൂലം ശിവനോട് പകതോന്നിയ ദക്ഷൻ ശിവനെ അപമാനിക്കാനായി ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. ശിവനെ ഒഴികെ മറ്റെല്ലാ ദേവന്മാരെയും യാഗത്തിന് ക്ഷണിച്ചു. മനഃപൂർവ്വമുള്ള ഈ അവഗണനയിൽ ക്രോധയായ സതി യാഗശാലയിലെത്തി ദക്ഷനെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ദക്ഷൻ ശിവനെയും സതിയെയും അപമാനിച്ച് സംസാരിക്കുന്നു. തന്റെ പതിയെ അപമാനിച്ചതിൽ ക്രോധയായ സതി മുറിവേറ്റ തന്റെ ആത്മാഭിമാനത്തിന്റെ രോഷത്തിൽ സ്വയം അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. സതി ആത്മാഹൂതി ചെയ്തറിഞ്ഞ ശിവൻ അതീവ ക്രോധനാവുകയും രോഷം കൊണ്ട് തന്റെ ജട പറിച്ച് കൈലാസത്തിലെറിയുകയും ചെയ്യുന്നു. തേജോരൂപമായ ആ ജടാശകലത്തിൽ നിന്നും രൂപം കൊണ്ടവനാണ് സർവനാശകനായ വീരഭദ്രൻ.